അച്ഛൻ പറഞ്ഞതിലോട്ട് ഞാൻ എതിർക്കുന്നു. മമ്മൂട്ടി സാറിന്റെ ലൈഫ് സ്റ്റൈല് പോലെ മെയിൻറ്റെയിൻ ചെയ്താലേ ആ ഒരു പ്രായത്തിലും ഇതേപോലെ ലീഡ് മൂവീസ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് ബോക്സ് ഓഫീസിൽ പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏറ്റവും ക്ലോസ് ആയിട്ട് അറിയാവുന്ന ആക്ടർ എന്ന് പറയുന്നത് എന്റെ അച്ഛൻ തന്നെയാണ്. ഈ ഉത്തരം ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അടുത്തൊരു 10 വർഷം നിങ്ങൾ എല്ലാവരും അറിയും. എന്റെ ചേട്ടൻ, he is one of my favorite actors and you guys will know why I said this right now. സുരേഷ് ചേട്ടനൊക്കെ കണ്ണൊക്കെ ഇങ്ങനെ ഉറങ്ങാതെ അവിടുന്ന് ഓടി ഇവിടെ വന്ന് അവിടുന്ന് ഓടി ഇവിടെ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആള്. അതേപോലെ മറ്റൊരാളെ കുഴിതോണ്ടിയല്ല നമ്മള് നമ്മുടെ ജീവിതം ഉണ്ടാക്കേണ്ടത്. എന്റെ അച്ഛൻ പലപ്പോഴും അതിന് ഇരയായിട്ടുള്ള ഒരാളാണ്. അച്ഛനെ ടാർഗറ്റ് ചെയ്ത് കുറെ പേര് റെപ്യൂട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇതേപോലെ ഒരു ഇഷ്യൂ ഇത്രയും മീഡിയയില് ലൈം ലൈറ്റ് കിട്ടാൻ കാരണം ഇത് സിനിമ ഇൻഡസ്ട്രിയുടെ ഭാഗമായതുകൊണ്ടാണ്. ഇത് വേറെ വർക്കിംഗ് എൻവയൺമെന്റ്സ് നടക്കുന്നില്ലെന്നാണോ ആൾക്കാരുടെ വിചാരം? എനിക്കറിയാവുന്ന കുറെ വിക്ടിംസ് ഉണ്ട് പല പല വർക്ക് എൻവയൺമെന്റ്സിലും ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ലോകത്ത് നടക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഈ രാജ്യത്ത് മാത്രമല്ല, ഈ ലോകം മുഴുവൻ നടക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ആ ഒരു ഇഷ്യൂവിനെ എങ്ങനെ നമുക്ക് കടത്തി വെട്ടാം, ആ ഇഷ്യൂവിനെ എങ്ങനെ മാറ്റാം, സ്ത്രീ സുരക്ഷ എങ്ങനെ ഒരു പ്രയോറിറ്റി ആക്കാം. 2 സിനിമാക്കാരെ മീഡിയയിലിട്ട് ഹറാസ് ചെയ്യോ അല്ലെങ്കിൽ 2 സിനിമാക്കാരെ പിടിച്ച് പ്രശ്നം ഉണ്ടാക്കി കൊടുക്കുക അല്ല ഇതിന് സൊല്യൂഷൻ. തെറ്റ് ചെയ്തവര് കോടതി വിധി വെച്ച് ശിക്ഷിക്കപ്പെടണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. മലയാളം സിനിമ is considered one of the purest forms of cinema. ഇപ്പൊ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇവന്റ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കൂടുതൽ മനോഹരമാക്കണ്ടേ? കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഇവന്റ്സ് ഏതുമായിക്കോട്ടെ, വളരെ സ്പെഷ്യൽ കണ്ടന്റോട് കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അത് ഏറ്റവും സ്പെഷ്യൽ ആക്കാൻ ഇനി നിങ്ങൾക്കൊപ്പം മൈൽസ്റ്റോൺ ഇവന്റ്സ്. ഹലോ ആൻഡ് വെൽക്കം ടു ഗെറ്റ് സെറ്റ് ടോക്ക്. ഇന്ന് എന്നോടൊപ്പം ടീം കുമ്മാട്ടിക്കളി. ഫ്യൂച്ചർ ഓഫ് മലയാളം സിനിമയാണ്. മലയാളം എന്നല്ല, ഇന്ത്യൻ സിനിമ തന്നെ പറയാം. ഇറ്റ്സ് ബൈലിംഗ്വൽ ലാംഗ്വേജ് സിനിമയല്ലേ നമ്മുടെ കുമ്മാട്ടിക്കളി. മലയാളം സിനിമയാണ്, പക്ഷേ തമിഴ് സിനിമയുടെ ഒരുപാട് ആസ്പെക്ട്സ് വന്നിട്ടുള്ള ഒരു മലയാളം സിനിമ. ഓക്കെ, ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആൾക്കാരെ ആദ്യം. അപ്പോൾ നമ്മളെ മലയാളം സിനിമ ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഡെബ്യൂ ആണ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സുരേഷ് ഏട്ടൻ്റെ മകൻ മാധവ്. വെൽക്കം. റാഷിഖ്. ആൻഡ് തമിഴ്നാട്ടിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നിരിക്കുന്ന മിഥുൻ പ്രകാശ്. അപ്പോൾ 3 പേരെയും കാര്യമായിട്ട് പരിചയപ്പെടണം, സിനിമയെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയണം. ഇപ്പോൾ കുമ്മാട്ടിക്കളി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഓണക്കാലത്ത് തൃശ്ശൂർ പാലക്കാട് ഏരിയയിൽ വരുന്ന ഒരു നാടൻ കലാരൂപം എന്നുള്ളൊരു സംഭവമാണ്. സോ ഇതിലെ കുമ്മാട്ടിക്കളി എന്താണ്? ഈ കുമ്മാട്ടിക്കളെ പറ്റി സംസാരിക്കാനാണെങ്കിൽ സിനിമയെ പറ്റി ഒരുപാട് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. അത് പ്രേക്ഷകർ പോയിട്ട് തിയേറ്ററിൽ കാണേണ്ട ഒരു കാര്യമാണ്. 4 ബോയ്സ്, ആ ബോയ്സിന്റെ ജീവിതം എങ്ങനെയാണ് അവര് ഒന്നുമല്ലാത്ത ബോയ്സ് എന്ന് ഒരു ജീവിതമാർഗം കണ്ടുപിടിക്കാൻ നോക്കുന്ന ഒരു കഥയാണ്. അതിൽ ഫാമിലിക്ക് ഒരുപാട് വാല്യൂ കൊടുക്കുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്നുണ്ട്, ലവിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്നുണ്ട്. സോ അതേപോലെ ഈ ജനറേഷനുള്ള ഒരു ക്രൗഡിന് റിലേറ്റബിൾ ആയ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കടപ്പുറം പയ്യന്മാർ, ആ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നമ്മുടെ ക്യാരക്ടേഴ്സ് വന്നിരിക്കുന്നത്. ഒരാൾ മിസ്സിംഗ് ആണ് ഇവിടെ ആക്ച്വലി, ധനഞ്ജയ്. സോ നമ്മൾ 4 പേരുടെ ബോയ്സ് സ്റ്റോറിയാണ് മെയിൻ ആയിട്ട്. അതെ, നമ്മളിപ്പോൾ മലയാള സിനിമയിൽ യങ്സ്റ്റേഴ്സിന്റെ മൂവീസിന് ഭയങ്കര ഡിമാൻഡാണ്. നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഭയങ്കര ടിപ്പിക്കൽ ഫാമിലി, അതായത് അച്ഛൻ അമ്മ കുടുംബം അവരുടെ പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതൽ കാണുന്നതെങ്കിൽ ഇപ്പൊ യങ്സ്റ്റേഴ്സിന്റെ സിനിമകൾ കാണാൻ എല്ലാ പ്രായക്കാരും ഒരേപോലെ തിയേറ്ററിലേക്ക് പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നിങ്ങളുടെ സിനിമ വരുന്നത്. അപ്പോൾ കൂടുതൽ കഥാപാത്രത്തിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. മാധവ് പറഞ്ഞപ്പം ഈ കഥാപാത്രം ഇപ്പം ഈ നമ്മുടെ ഫ്രണ്ട്ഷിപ്പാണ് മെയിൻ ആയിട്ട് ഇതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫണ്ണുണ്ട്, ലവ് ഉണ്ട്, ഇമോഷൻസ് നല്ലോണം വർക്കൗട്ട് ആവുന്ന ഒരുപാട് സീൻസ് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് നല്ലോണം കണക്റ്റ് ആവുന്ന സീൻ. പ്രത്യേകിച്ച് ഈ കടലിലെ ജീവിതവും അവരുടെ ലൈഫും കാര്യങ്ങളായിട്ട് ഈ കുമ്മാട്ടിക്കളി ഒരു ആർട്ട് ഫോമാണ്. അപ്പോൾ അതും ഈ കടലിലെ മത്സ്യം തൊഴിലാളികളുടെ ജീവിതം എങ്ങനെയാണ്, ഒന്നുമില്ലാതെ വന്ന 4 പിള്ളേര് അവരുടെ ഗ്രോത്ത് എങ്ങനെയാണ് സിനിമയിൽ നല്ലോണം എനിക്കൊന്ന് കയ്യിൽ നിന്ന് പോയി.
കുഴപ്പമില്ല, അതൊന്നും പറഞ്ഞു ഇന്ന രീതിയിൽ വേണം നമുക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ. സിനിമ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പൊക്കി പൊക്കി പറയുമ്പോഴേ അത് ഇതായിട്ട് വരുന്നുണ്ട്. ഒന്നും ഫേക്ക് അല്ല, ഇതൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, കാര്യങ്ങൾ പറഞ്ഞു, ധൈര്യമായിട്ട് മനസ്സ് തുറന്നു പറഞ്ഞു. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കൂടുതൽ അതായത് നമ്മള് ഫ്രണ്ട്ഷിപ്പ് ഈ സിനിമയിൽ നല്ല കണക്റ്റഡ്. എന്റെ കഥാപാത്രം പേര്? എന്റെ ഭൈരവൻ. ഭൈരവൻ, ആ ഗംഭീര പേരാണല്ലോ. മാധവന്റെ? ഡെന്നിസ്. ഡെന്നിസ്. ലൂക്ക. ഓക്കെ, ധനഞ്ജയുടെ ക്യാരക്ടറും ഉണ്ട്, അമീർ. ഓക്കെ. ഞാൻ ധനഞ്ജയ് വരുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ, കാരണം ധനഞ്ജയനെ ഞാൻ എടുത്തൊക്കെ നടന്നിട്ടുള്ള ഒരാളാണ്. ശ്രീകൃഷ്ണനായിട്ട് അവൻ ഇന്ന് കുറച്ച് കാര്യങ്ങളായിട്ട് ലോക്കായി പോയി, അല്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. ഇല്ല, ഇദ്ദേഹത്തിനെ നമ്മൾ എന്താ പറയാ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. സോ ലൈക്ക് മിഥുൻ ഫസ്റ്റ് മൂവി ആണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം ഇതിന് മുന്നേ മിഥുൻ ചെയ്തൊരു സിനിമ എനിക്കറിയാം, ഗോട്ട്. അപ്പം ഗോട്ടിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. സോ ഇറ്റ്സ് യുവർ ഫസ്റ്റ് മലയാളം മൂവി അല്ലേ? Technically this is my first film. എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? എല്ലാവരുടെയും കാര്യം എനിക്ക് അറിയണം, കാരണം മാധവനെ സംബന്ധിച്ചിടത്തോളം യു ആർ കമ്മിങ് ഫ്രം എ മൂവി ഫാമിലി. അപ്പോൾ തന്നെ ഫസ്റ്റ് മൂവി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും. കമ്മിറ്റ് ചെയ്യാൻ ഇത്രത്തോളം ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നത് വളരെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കുമല്ലോ. സോ അത് 3 പേരുടെ കാര്യത്തിൽ എനിക്ക് അറിയണം എന്ന് ആഗ്രഹമുണ്ട്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് മാധവ്. മിഥുൻ ഇപ്പോൾ പറഞ്ഞ പോലെ മിഥുൻ വർക്ക് ചെയ്ത ഫസ്റ്റ് ഫിലിം കുമ്മാട്ടിക്കളി ആയിരുന്നു. റിലീസ് ആകാൻ പോകുന്ന ഫസ്റ്റ് ഫിലിം ഗോട്ടാണ്. ഞാൻ വർക്ക് ചെയ്ത ഫസ്റ്റ് ഫിലിം പ്രവീൺ നാരായണൻ സർ ഡയറക്ട് ചെയ്ത അനുപമ പരമേശ്വരനും അച്ഛനും അഭിനയിച്ചിട്ടുള്ള JSK എന്നുള്ള സിനിമയാണ്. അതിലൊരു ക്യാരക്ടർ ഞാൻ ചെയ്തായിരുന്നു. ദാറ്റ്സ് ടെക്നിക്കലി മൈ ഫസ്റ്റ് ഫിലിം. ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമയിൽ ഫസ്റ്റ് റിലീസ് ആകാൻ പോകുന്നത് കുമ്മാട്ടിക്കളിയാണ്. അപ്പൊ ആ മറ്റേ ഫസ്റ്റ് മൂവിയുടെ ഒരു പ്രശ്നം ഇത് ചൂസ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നില്ല അല്ലെ? JSK ആണ്. JSK എന്നുള്ള ഫിലിമിന്റെ സ്റ്റോറി അച്ഛൻ ആദ്യം കേട്ടായിരുന്നു, പിന്നെ ഞാനും എന്റെ ചേട്ടനും ഇരുന്ന് കേട്ടായിരുന്നു. ഇറ്റ്സ് നോട്ട് എ ലീഡ് റോൾ. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് ഒരുപാട് പഠിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു സിനിമയിൽ. വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റിന്റെ അച്ഛനെ നോക്കിയാലും അനുപമേനെ നോക്കിയാലും ബൈജു അങ്കിൾ ഉണ്ടായിരുന്നു, യദുചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ എല്ലാം കൂടെ വർക്ക് ചെയ്യുന്ന ഒരു എൻവയൺമെന്റ് എനിക്ക് അവിടെ കിട്ടി. സോ ഇറ്റ് വാസ് എ ഗുഡ് ലേണിംഗ് എക്സ്പീരിയൻസ്. JSK ഒരു ക്യാരക്ടർ ആയിരുന്നു അതിൽ ചെയ്തത്. കുമ്മാട്ടിക്കളി എന്ന് വരുമ്പോഴത്തേക്കും മോറോലെസ് ലീഡ് ചെയ്യുന്ന ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആൻഡ് ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ കാരണം എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ഒരുപാട് റിലേറ്റബിലിറ്റി തോന്നിയ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. അതായത് ഐ എം നോട്ട് എൻ എക്സ്പീരിയൻസ്ഡ് ആക്ടർ. ഞാനൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാനിതിന് പ്രയറായിട്ട് ഒരുപാട് ഇരുന്ന് സിനിമയെ പറ്റി പഠിച്ച ഒരാളും അല്ല, ആക്ടിങ് പഠിച്ചിട്ടുള്ള ആളും അല്ല. അപ്പോൾ മാക്സിമം റിയൽ ലൈഫിലെ മാധവ് സുരേഷിന് എത്ര റിലേറ്റബിൾ ആയിട്ട് ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റും, അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് കുമ്മാട്ടിക്കളിയിൽ ഉണ്ടായിരുന്നു. അത് കാരണം അക്സെപ്റ്റ് ചെയ്തു. ധനഞ്ജയനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് അവനെ 6-7 വയസ്സുള്ള തൊട്ട് അറിയാവുന്നത്. ആ ഒരു കംഫർട്ടബിലിറ്റി എനിക്കുണ്ടായിരുന്നു അവിടെ. അവൻ സെറ്റിൽ വന്നതിന് ശേഷം അജു പ്രയർ ടു ദാറ്റ് അജു ആയിരുന്നു എൻ്റെ അടുത്ത് മൂവി ഫസ്റ്റ് കൊണ്ടുവരുന്നത്. മിഥുനെ മീറ്റ് ചെയ്തു, ദേവിക, യാമി, മെയിൻ 6 ക്യാരക്ടേഴ്സ് ഇതാണ്. ഫീമെയിൽ ക്യാരക്ടേഴ്സ് എൻ്റെ പേരും മിഥുന്റെ പേരും ഉണ്ട്. സോ ഇവരെല്ലാം ആയിട്ടൊരു ടീം വർക്ക് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴും ഓൺ സെറ്റ് റാപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു വർക്ക് ചെയ്യാൻ. സോ ഇങ്ങനെ കുറെ ഫാക്ടേഴ്സ് വന്ന് ബിൽഡപ്പ് ആയി. ആൻഡ് അഗൈൻ ഈ റാപ്പ് ബിൽഡ് ആവുന്നത് ഞാൻ എടുത്ത ചോയ്സ് കഴിഞ്ഞാണ് വരുന്നത്. പക്ഷേ ഇറ്റ്സ് സംതിങ് ദാറ്റ് വർക്ക്ഡ് ഔട്ട് ഫോർ ദ ഫിലിം. ആൻഡ് യെസ്, എനിക്ക് റിലേറ്റബിൾ ആയ ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ടാണ് കുമ്മാട്ടിക്കളി ഞാൻ ചെയ്തത്. ഓക്കെ. സോ ലൈക്ക് അജു അല്ലേ വിളിക്കുന്നവരൊക്കെ? റാഷിക് എന്നതാണോ അജ്മൽ എന്നുള്ളതാണോ? റാഷിക് അജ്മൽ എന്നാണ് ശരിക്കും. ഓക്കെ, എല്ലാവരും അജു അജു എന്നാ വിളിക്കുന്നതല്ലേ? അജു എന്ന് വിളിക്കും, ചില ആള് റാഷിക് എന്ന് വിളിക്കും. അപ്പൊ ഏതിലും നമ്മൾ കംഫർട്ടായി. ഇപ്പൊ മാധവ് എനിക്ക് തോന്നുന്നു ഈ പടം മാധവന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് ഞാനിത് ഓൾറെഡി റീസെന്റ് പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂസിൽ. ചൗധരി സാറ് വിൻസെന്റ് സെൽവ എന്ന് പറയുന്ന തമിഴ് ഡയറക്ടർ, വിജയ് വെച്ച് 2 പടം ചെയ്ത ഡയറക്ടർ. അതെ, പ്രിയമൂടൻ, യൂത്ത് പോലെയുള്ള അടിപൊളി സിനിമകൾ, നമ്മളൊക്കെ ഇപ്പോഴും പാടി നടക്കുന്ന പാട്ടുകളൊക്കെ ഉള്ള സിനിമകൾ. യൂത്തിലെ ആൾത്തോട്ട ഭൂപതി എന്ന് പറഞ്ഞ സോങ് എല്ലാവർക്കും ആ സമയത്തൊക്കെ ഭയങ്കര ഹരാണ്. ഇപ്പോഴും ആ സോങ് നമുക്ക് എവിടെയെങ്കിലും കേൾക്കുമ്പോൾ ഭയങ്കര കണക്റ്റഡ് ആയിട്ട് തോന്നുന്ന സോങ്ങാണ്. അപ്പൊ ആ ഡയറക്ടർ തങ്കമണി എന്ന് പറയുന്ന നമ്മുടെ സൂപ്പർ ഗുഡ് ചൗധരി സാറിന്റെ തന്നെ സെയിം പ്രൊഡക്ഷനിലെ പൂജയ്ക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പടം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ആരെ മെയിൻ ലീഡ് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ ഡിസ്കഷൻ വന്നപ്പോൾ നമ്മൾ സൂപ്പർ സ്റ്റാർ സുരേഷ് ചേട്ടന്റെ മോനെ ആദ്യം കുറച്ച് ഓപ്ഷൻസ് ഒക്കെ വന്നപ്പോഴത്തേക്കും മാമംഗം ആ ചാനലിൽ ഒരു സാധനം കാണിച്ചപ്പോൾ മാധവൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. നമ്മുടെ കലവൻ ഷാജൻ ചേട്ടൻ
വെൽക്കം ചെയ്തിട്ട് അത് ഭയങ്കര ആ viral ആയ ഒരു ഇന്റർവ്യൂ video നടക്കുന്ന സമയത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അതില് ഡയറക്ടർ കാണിച്ചപ്പോ ഡയറക്ടർ പറഞ്ഞു ഈസ് വെരി, ആ സൗണ്ടും ഇതും ശരിക്കും അച്ഛനായിട്ട് നല്ല റിസംബ്ലൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ മാധവനെ അപ്രോച്ച് ചെയ്യും. പിന്നെ അപ്രോച്ച് ചെയ്തതിന് ശേഷം മാധവൻ ഞങ്ങളൊക്കെ ഒരു കുടുംബം പോലെ തന്നെയായി. സിനിമയിലേക്ക് വരണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ കുഞ്ഞിലെയോ, അല്ലെങ്കിൽ എപ്പോഴാണ് സിനിമ? ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമല്ല. കാര്യം ചെറുപ്പത്തിൽ ഞാൻ കാണുന്നത് എൻ്റെ അച്ഛനെ വീട്ടിൽ ഇപ്പൊ മാസം നോക്കുവാണെങ്കിൽ കൂടിപ്പോയി 2 ദിവസം കിട്ടും, ഒരു വർഷക്കണക്ക് എടുക്കുവാണെങ്കിൽ ഒരു 20 ദിവസം കിട്ടിയ ഭാഗ്യം. അച്ഛൻ വർക്ക് ചെയ്തോണ്ടിരിക്കുക ഫുൾ ടൈം. എനിക്ക് എൻ്റെ അച്ഛനെ അവിടെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ എത്രയൊക്കെ ആള് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും ജോലിയും തൊഴിലിന്റെ ഭാഗമാകുമ്പോഴത്തേക്കും തിരക്കുള്ളൊരു ജോലിയാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ അതിന്റെ ഒരു എക്സ്ട്രീമിലോട്ട് പോയിരിക്കുകയാണ്. പൊളിറ്റിക്കൽ കരിയർ എന്ന് പറയുമ്പോഴത്തേക്കും അതിനേക്കാളും തിരക്കാണ്. പൊളിറ്റിക്സ് ആൻഡ് മൂവി എന്ന് പറയുന്ന രണ്ട് ഫാമിലിക്ക് കിട്ടാത്തൊരു. പക്ഷെ എനിക്ക് എന്നും ആ പ്രൊഫഷനോട് റെസ്പെക്ട് ഉണ്ട്. ആക്ടിങ് എന്ന പ്രൊഫഷനോട് എനിക്ക് റെസ്പെക്ട് ഉള്ളതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ചു വളർന്ന അന്നവും എൻ്റെ വീട്ടിലെത്തിയ അന്നവും എൻ്റെ വീട് സസ്റ്റെയിൻ ചെയ്തു പോയതും സിനിമ കാരണമാണ്. എൻ്റെ അച്ഛൻ കൊണ്ടുവരുന്ന പൈസ സിനിമയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഞാൻ കോവിഡ് സമയത്താണ് ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തത്. തിരിച്ചിവിടെ വരുമ്പോഴത്തേക്ക് ഒരു 2 ഇയേഴ്സോളം ഞാൻ അൺഎംപ്ലോയിഡ് ആയിരുന്നു. അല്ലാത്ത കുറച്ച് എൻ്റെ ബിസിനസ്സിലേക്ക് വർക്ക് ചെയ്യാൻ നോക്കി. ആ ഒരു സമയത്തൊക്കെ എനിക്ക് 2019 മുതൽ സ്ക്രിപ്റ്റ്സ് വരുന്നുണ്ട്. ആൻഡ് ഫൈനലി ഒരു 2022 ആയപ്പോഴത്തേക്കും ഐ തോട്ട് ഓക്കെ, ഇത്രയും വരുന്ന വർക്കാണ്. മോർ ഓഫ് ലെറ്റ്സ് സേ റെസ്പെക്ടിങ് വാട്ട്സ് കമ്മിങ് ടുവേർഡ്സ് മീ. എന്നിലോട്ട് വരുന്ന ഒരു പ്രോജക്റ്റ് ഒരു പരിധി കൂടുതൽ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഓപ്പർച്യൂണിറ്റി ദാറ്റ് കംസ് ടുവേർഡ്സ് യു, നമ്മളൊരു പരിധി കൂടുതൽ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വരത്തില്ല. ഭയങ്കര നല്ലൊരു തോട്ട് പ്രോസസ് ആണ്. അപ്പൊ ഒരു അവസരം വരുമ്പോൾ ഞാൻ അത് ബഹുമാനിക്കുന്ന പ്രൊഫഷനാണ്, ചെയ്യാന്ന് വിചാരിച്ചു. ബേസിക് അച്ഛനൊക്കെ സുരേഷ് ചേട്ടനൊക്കെ നമുക്ക് കാണാം റിയലി ഹാർഡ് വർക്കിംഗ്. ഇപ്പൊ ഈ റീസെന്റ് ആള് ഷൂട്ടാണെങ്കിലും ആളുടെ പൊളിറ്റിക്കൽ വർക്ക്സ് ആണെങ്കിലും ഉറക്കമില്ലാതെയാണ് ആൾ ഓടി ഓടി എല്ലാം ചെയ്യുന്നത്. മോർ ദാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഇപ്പൊ ഒരുപാട് നെഗറ്റീവ്സ് BJP കേരളം ഉണ്ടല്ലോ. പക്ഷെ സുരേഷ് ചേട്ടൻ ഇപ്പൊ തൃശ്ശൂർ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് അത്. കാരണം പുള്ളി ഇത്രയും നിന്നിട്ട് കഷ്ടപ്പെട്ട് അവിടുത്തെ ആൾക്കാരെ അത്രയും പൊളിറ്റിക്കലി മൂപ്പര് എന്താ പറയാ സർവീസ് പോലെ അല്ല ചെയ്തിരിക്കുന്നത്. സ്വന്തം ആൾക്കാരെ പോലെ ഏറ്റെടുത്തിട്ട് അവർക്ക് എല്ലാവർക്കും ചെയ്തു കൊടുത്തതിന്റെ ആ റിസൾട്ട് തന്നെയാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. പിന്നെ പുള്ളി കൂടുതലും ഇൻഡിവിജ്വാലിറ്റിയാണ്, പാർട്ടി എന്നല്ലാതെ ഇൻഡിവിജ്വാലിറ്റിയിലാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് ഒരുപാട്. അപ്പോ സുരേഷ് ചേട്ടൻ്റെ മകനാവുമ്പോ എനിക്ക് കുറെ സമയത്തൊക്കെ ഈ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് സുരേഷ് ചേട്ടന്റെ അതേ സാധനമാണല്ലോ ജീൻ അഫ്കോഴ്സ് ഉണ്ടല്ലോ, ഇത് സുരേഷ് ചേട്ടന്റെ ലുക്കാണല്ലോ, ഇത് സുരേഷ് ചേട്ടന്റെ ഗസ്റ്റേഴ്സ് ആണല്ലോ, അതുണ്ട് ആൾക്ക്. അപ്പോ വളരെ നല്ലൊരു നമ്മുടെ ടൈമൊക്കെ നമുക്ക് പോയത് ഒരു വർക്ക് എന്നുള്ള രീതിയിലല്ല പോയത്. ഭയങ്കര ഒരു ടൈം സ്പെൻഡിങ്, നല്ലൊരു വൈബും. സുരേഷ് ചേട്ടന്റെ പ്രത്യേകിച്ച് നമുക്ക് നോട്ടീസ് ചെയ്തൊരു ക്യാരക്ടർ മാധവൻ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? എനിക്ക് തോന്നുന്നു കൂടുതലും ലുക്സും പിന്നെ സുരേഷ് ചേട്ടന്റെ കുറച്ച് സസ്റ്റെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. ആ ഒരു എനിക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിളിക്കുന്ന അതൊക്കെ കൂടുതലും ഞാൻ മാധവനിൽ കണ്ടിട്ടുണ്ട്. നിങ്ങള് ബ്രദേഴ്സിലെ ഇപ്പം ഗോകുലും മാധവും രണ്ടുപേർക്കും അച്ഛന്റെ നല്ല ചായ ഉണ്ട്, പക്ഷെ രണ്ടുപേരും കാണാൻ വ്യത്യാസമുണ്ട്. നിങ്ങൾ തമ്മിൽ ഇതുണ്ട്, അച്ഛന്റെ ലുക്ക് ആർക്കാ കൂടുതൽ കിട്ടിയിരിക്കുന്നത് എന്നുള്ള ഒരു ആർഗ്യുമെന്റ് ഒക്കെ കുഞ്ഞിലേക്ക് ഉണ്ടാവുമായിരുന്നോ? കുഞ്ഞിലെ നമ്മൾ തമ്മിൽ ആർഗ്യുമെന്റ്സ് ഉണ്ടാവത്തില്ല, പക്ഷെ എപ്പോഴും ഒരു റെഫറൻസ് എന്നുള്ള നിലയിൽ കമ്പാരിസൺ പോവായിരുന്നു. എപ്പോഴും നമ്മൾ തമ്മിലല്ല, ബാക്കിയുള്ളവർ പുറമേ ആയിരുന്നു വരുന്നത്. ഇപ്പൊ എന്റെ ഒരു പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ അച്ഛന്റെ അപ്പിയറൻസ് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്ന ചേട്ടനാ. സ്വഭാവം അത് ഞാൻ അതിലോട്ടെത്താം. അപ്പിയറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ നോട്ടാണെങ്കിലും പല പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോഴാണെങ്കിലും ആളെ ഒരു ക്യാമറയുടെ മുന്നിൽ പിടിച്ചിരുത്തുമ്പോഴാണെങ്കിലും അച്ഛന്റെ ഏറ്റവും കൂടുതൽ മാനറിസംസ് വരുന്ന ചേട്ടൻ തന്നെ. ഞാൻ കൂടുതൽ അമ്മയെ പോലെ. ആൻഡ് സ്വഭാവത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ അച്ഛന്റെ സ്വഭാവം കിട്ടിയിട്ടുണ്ട്, അമ്മയുടെ സ്വഭാവം കിട്ടിയിട്ടുണ്ട്. രണ്ടിടത്ത് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ നമുക്ക് രണ്ടുപേർക്കൊന്നും അല്ല, ചേച്ചിമാർക്കും എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് അറിയാം. കറക്റ്റ് ആയിട്ട് ആ ഒരു പെരുമാറ്റ രീതി. സിലിക്ക, നിങ്ങളെ കുട്ടികളെ പറ്റിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ എല്ലാവരും പറയും, കാരണം ബെസ്റ്റ് രീതിയിലുള്ള പാരന്റിങ് ആണ് തന്നിരിക്കുന്നത്, നിങ്ങൾ ബിഹേവ് ചെയ്യുന്ന രീതിയെ പറ്റിയൊക്കെ ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം
സ്റ്റാർ കിഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു കോൺസെപ്റ്റ് ആൾക്കാരുടെ തെറ്റിദ്ധാരണകളുണ്ട്. അപ്പൊ ആ തെറ്റിദ്ധാരണകളൊക്കെ മാറുന്ന രീതിയിലാണ് നിങ്ങളുടെ അപ്ബ്രിങ്ങിങ്. വളരെ സെന്റേർഡ് ആയിട്ടും ഗ്രൗണ്ടഡ് ആയിട്ടും ഉള്ള അപ്ബ്രിങ്ങിങ് ആയിരുന്നു നമ്മുടെ. അച്ഛനൊരു സൂപ്പർ സ്റ്റാർ ആണ് എന്നുള്ള വളരെ തല്ലായിരുന്നു. ഞാൻ റീസെന്റ് ഇന്റർവ്യൂസിൽ അത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മിണ്ടായിരിക്കും. മാധവ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് മാധവ് കുറച്ച് നമുക്ക് സൂപ്പർ സ്റ്റാറിന്റെ മകൻ അല്ലെങ്കിൽ ഒരു സെൻട്രൽ മിനിസ്റ്ററിന്റെ മോൻ എന്നൊക്കെ പറയുമ്പോൾ അവൻ അങ്ങനത്തെ ഒരു ചിന്താഗതിയേ ഇല്ല. അവനെന്ന് വെച്ചാൽ നോർമൽ പീപ്പിള് ബിഹേവ് ചെയ്യുന്ന പോലെ, അത് ഡൗൺ ടു എർത്ത് ആണ്. അതിന് അവൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ്. കാരണം അവനിക്ക് അങ്ങനെ ഇന്ന വേണം അങ്ങനത്തെ അത് ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കലി തെറ്റിദ്ധാരണ വരുന്ന സാധനങ്ങളാണ് അതൊക്കെ. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ടും കൂടുതലായിട്ട് മാധവന് ആൾക്കാർക്ക് അറിയുമ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആ ചിന്തകളൊക്കെ എടുത്ത് കളയുന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. മാധവൻ ആസ് ആൻ ആക്ടർ പരിചയമില്ലെങ്കിലും സുരേഷന്റെ മകൻ എന്നുള്ള രീതിയിൽ നമ്മൾ പല ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലും മീഡിയയിലൊക്കെ എപ്പോഴും കാണാറുണ്ട്. പക്ഷെ ഞാൻ അവിടെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, മാധവ് വളരെ ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ്. പറയാനുള്ള കാര്യം ആവശ്യത്തിലധികം ഒന്നും പറയത്തില്ല, ടു ദ പോയിന്റേ പറയുള്ളൂ. പക്ഷെ അത് കറക്റ്റ് ആയിരിക്കും. ഇത് സി മീഡിയയുടെ മുന്നിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ മീഡിയ കൾച്ചർ മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ വിദേശത്തൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ ഒരു പാപ്പരാസി കൾച്ചറിലേക്ക് നമ്മൾ എത്തി ഓൾമോസ്റ്റ്. സി അപ്പം മീഡിയയുടെ മുന്നിൽ ഇങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് പ്ലാൻഡ് ആണോ അതോ നാച്ചുറലി യു ആർ ലൈക്ക് ദിസ്? I think it's natural. നാച്ചുറൽ. Natural, I think. കാരണം ഞങ്ങൾ ഇവിടെ Because we didn't plan anything, we just came. I think it's natural and it is simple. I think she's referring to not just the interviews happening right now, in general how my interactions So he used go to with give the media. bites to media channel before becoming an I'm actor. saying that only. It's natural. എനിക്കൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. മറ്റൊരാളെ കുഴിതോണ്ടിയല്ല നമ്മൾ നമ്മുടെ ജീവിതം ഉണ്ടാക്കേണ്ടത്. എൻ്റെ അച്ഛൻ പലപ്പോഴും അതിന് ഇരയായിട്ടുള്ള ഒരാളാണ്. അച്ഛനെ ടാർഗറ്റ് ചെയ്ത് കുറെ പേര് റെപ്യൂട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഈ ചോദ്യം ചോദിക്കേണ്ടത് കൂടിയാണ്. ഇപ്പൊ മാധവ് ഈ വിഷയം എടുത്തിട്ടത് കൊണ്ട് തന്നെ പറയാം. ഇപ്പോ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയൊരു ക്രൈസിസ് നടക്കുന്ന സമയമാണ്. പക്ഷെ ഈ ക്രൈസിസ് ഒക്കെ ഉണ്ടായിരിക്കുന്നത് നമ്മൾക്ക് നല്ലൊരു ക്ലെൻസിങ് പ്രോസസ് നടത്തി നല്ലൊരു ഇൻഡസ്ട്രി ബിൽഡ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ആയിട്ട് കാണാം. പക്ഷേ ഇത്തരത്തിലിപ്പം ലേഡീസിനോട് എതിരുള്ള കാര്യമല്ല, പക്ഷെ പവർ ഉള്ള കുറേ ആൾക്കാർ ചേർന്ന് ടാലന്റഡ് ആയിട്ടുള്ള മറ്റുള്ള ആൾക്കാരെ അടിച്ചമർത്തിക്കൊണ്ട് കുറേ ആൾക്കാർ മാത്രം കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളൊരു ആരോപണം. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ സുരേഷ് ഏട്ടൻ അതിൻ്റെ ഒരു വലിയൊരു വിക്ടിമാണ്. അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും വലിയൊരു പൊസിഷനിൽ നിന്നിട്ട് അദ്ദേഹത്തിന് വലിയൊരു ക്രൈസിസ് ആണ് പിന്നെ കുറേ ഏറെ വർഷങ്ങൾ. അപ്പൊ അതിനെപ്പറ്റി എന്താണ് മാധവന് പറയാനുള്ളത്? ഇപ്പോൾ ജസ്റ്റ് പ്യൂർലി ബേസ്ഡ് ഓൺ അച്ഛന് സംഭവിച്ചത് എന്താണ്, ഓരോരുത്തരുടെ ലൈഫിൽ നടക്കുന്നതും അവരുണ്ടാക്കുന്ന ചോയ്സസിന്റെയും അവരുടെ എൻവയൺമെന്റ് അവർ ചൂസ് ചെയ്യുന്നതിന്റെയും അവരുടെ ലക്ക് ഫാക്ടറും പോലെ ഇരിക്കും. എനിക്ക് അച്ഛൻ എന്താണ് അനുഭവിച്ചതെന്ന് വെച്ചാൽ എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല. പക്ഷെ ഇറ്റ് വാസ് ഫേറ്റ്. അച്ഛൻ്റെ സ്റ്റാർസിൽ അച്ഛൻ അതിൽ കൂടെ പോകണമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, അത് നടന്നു. അത്രയായിട്ട് എനിക്ക് പറയാനുള്ളൂ. മലയാളം ഇൻഡസ്ട്രി ഇപ്പോൾ പോകുന്ന ഒരു ഇഷ്യൂവിനെ പറ്റി പറയാനാണെങ്കിൽ, നമുക്കിതിനെ പറ്റി അറിയാവുന്നതെല്ലാം സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനൽസിലും മാത്രം വഴി വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. കോടതിയിൽ നിന്ന് ഒരു വിധി പോലും വന്നിട്ടില്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനെ പറ്റി. ഞാൻ മലയാള സിനിമയിൽ 2 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അതിൽ കൂടുതൽ ഇൻസൈറ്റ് മലയാള സിനിമയിലോട്ടും ഇല്ല, ഈ നടക്കുന്ന ഇഷ്യൂലോട്ടും ഇല്ല. ആൻഡ് ഒരു കോടതി വിധി വരുന്നവരെ ഞാനെന്നൊരു വ്യക്തി, ഒരു ആക്ടർ വിട്ട് ഞാനെന്നൊരു വ്യക്തി ഇതിനെപ്പറ്റി കമന്റ് ചെയ്യുന്നത് റോങ് ആണ്. പിന്നെ സ്ത്രീ സുരക്ഷിതം അല്ലെ സേഫ്റ്റി അത് നമുക്ക് എല്ലാ മേഖലയിലും ആവശ്യമാണ്. ഇപ്പൊ സിനിമ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലും എല്ലാരും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് ഇപ്പൊ മീഡിയാസ്, ഞാൻ മീഡിയനെ അങ്ങനെ കുറ്റം പറയല്ല കേട്ടോ, അങ്ങനെ ഫീൽ ചെയ്യും. അപ്പൊ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാര് അവര് ഇങ്ങനെ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ചില അവർ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് വാട്സപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ചാറ്റ് എവിഡൻസസോ, അപ്പൊ അന്നത്തെ കാലത്ത് ഇതൊക്കെ വളരെ ലിമിറ്റഡ് ആയിരുന്നു. അപ്പൊ എവിഡൻസ് അവർക്കും കാണിക്കാനൊക്കെ അതിന്റെ ബുദ്ധിമുട്ടും ഉണ്ടാവും. പക്ഷെ ഇത് എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ ആര് വേണമെങ്കിലും ആരോപിക്കാം. ഇപ്പോൾ എനിക്ക് മാധവനെ ആരോപിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ആരോപിക്കാം, അത് ഈസിയാണ്. പക്ഷെ ഇതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള പാടുണ്ട്. എന്നാലും ഇപ്പൊ കോടതി നമുക്ക് അഫ്കോഴ്സ് ഇന്ത്യൻ
നമുക്ക് കോടതിയിലൊക്കെ നമുക്ക് എല്ലാവർക്കും വിശ്വാസമുള്ളതാണ്. ഇപ്പോൾ അവരും കുടുംബവും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അവരാരും അങ്ങനെ ഫേവറബിൾ ആയിട്ട് ഇപ്പോൾ നടന്മാരാണ് അല്ലെങ്കിൽ ഇവരാണ് എന്നുള്ള ഫേവർ ഒന്നും അവർക്കില്ല, പ്രത്യേകിച്ച് മീഡിയാസ് ഏറ്റെടുത്ത കാര്യമായതുകൊണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൽ ശരിക്കും ഒരു ക്ലാരിറ്റി വരണം. അപ്പോഴാണ് നമുക്ക് ഇവരെ ഇന്ന ആളാണ് ഇത് ചെയ്തതെന്ന് പറയാൻ പറ്റുള്ളൂ. അതിന് മുമ്പ് നമ്മൾ അവരുടെ മാനസികാവസ്ഥയെ നമ്മൾ ചിന്തിക്കണം. അഫ്കോഴ്സ് ഓപ്പോസിറ്റ് നിൽക്കുന്ന പെണ്ണുങ്ങൾക്കുള്ള അവരുടെ മാനസികാവസ്ഥയും എല്ലാം കൂടി കണക്കിലെടുത്തിട്ട് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ ഐ തിങ്ക് ഫ്യൂച്ചറിലേക്ക് ഇനി അങ്ങനെ വരാണ്ടിരിക്കാനും അത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലെൻസിങ് സിസ്റ്റം പോലെ നമുക്കതിനെ കാണാം. രാജു പറഞ്ഞ പോലെ ഇതേപോലെ ഒരു ഇഷ്യൂ ഇത്രയും മീഡിയയിൽ ലൈം ലൈറ്റ് കിട്ടാൻ കാരണം ഇത് മലയാള സിനിമ അല്ലെങ്കിൽ ഇത് സിനിമ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടാണ്. ഇത് വേറെ വർക്കിംഗ് എൻവയൺമെന്റ്സ് നടക്കുന്നില്ലെന്നാണോ ആൾക്കാരുടെ വിചാരം? ഓഫ് കോഴ്സ് എനിക്കറിയാവുന്ന കുറെ വിക്ടിംസ് ഉണ്ട് പല പല വർക്ക് എൻവയൺമെന്റ്സിൽ നടക്കുന്നത്. മേഖലയിലും ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. അതെ, പക്ഷേ ഇത് സിനിമ ആവുമ്പോൾ ഇത് സിനിമ ഇൻഡസ്ട്രിയുടെ ഇഷ്യൂ അല്ല. എന്നെ സംബന്ധിച്ചോളം ഇത് സിനിമ ഇൻഡസ്ട്രിയുടെ ഇഷ്യൂ അല്ല, ഇത് ലോകത്ത് നടക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഈ രാജ്യത്ത് മാത്രമല്ല, ഈ ലോകം മുഴുവൻ നടക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ആ ഒരു ഇഷ്യൂവിനെ എങ്ങനെ നമുക്ക് കടത്തി വെട്ടാം, ആ ഇഷ്യൂവിനെ എങ്ങനെ മാറ്റാം, സ്ത്രീ സുരക്ഷ എങ്ങനെ ഒരു പ്രയോറിറ്റി ആക്കാം, അതിൽ വേണം ഫോക്കസ് ചെയ്യാൻ. അല്ലാതെ രണ്ട് സിനിമാക്കാരെ മീഡിയയിലിട്ട് ഹറാസ് ചെയ്യോ അല്ലെങ്കിൽ രണ്ട് സിനിമാക്കാരെ പിടിച്ച് പ്രശ്നം ഉണ്ടാക്കി കൊടുക്കുകയോ അല്ല ഇതിന് സൊല്യൂഷൻ. തെറ്റ് ചെയ്തവര് കോടതി വിധി വെച്ച് ശിക്ഷിക്കപ്പെടണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തത് തെളിയിക്കുന്നത് വരെ അവരെ ചൂഷണം ചെയ്യാൻ എനിക്കോ ആർക്കോ അവകാശമില്ല. ആൻഡ് ഇത് സിനിമ ഇൻഡസ്ട്രിയുടെ ഇഷ്യൂ അല്ല, ഈ ലോകത്തിന്റെ ഒരു ഇഷ്യൂ ആണ്. സ്ത്രീ സുരക്ഷ ഒരു പ്രയോറിറ്റി ആയിരിക്കണം എന്നുള്ളത് ഒരു വളരെ വലിയ ഫാക്റ്റാണ്. അതിലോട്ട് ഓരോ ആണും ഓരോ കുടുംബവും ഓരോ മനുഷ്യനും അതിലോട്ട് വർക്ക് ചെയ്യണം. മിഥുൻ, any other interest in You haven't spoken at all. ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം വന്നിട്ടില്ല ഇത്ര നേരം. അതെ, മിണ്ടാതിരിക്കണം. ഞാൻ എല്ലാവരുടെ മൂന്നുപേരുടെ ഒരേപോലെ ക്വസ്റ്റ്യൻ ചോദിക്കണം. ഒരാൾ അതൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഞാൻ അങ്ങോട്ട് സ്പെസിഫിക്കലി ചോദിച്ചു. 5 minutes straight you have to speak, bro. Come on. I used to observe a lot. ഓക്കെ, ലൈക്ക് സിനിമയിലെ വേറെ ഗോട്ടിലെ വിശേഷങ്ങൾ ചോദിക്കാൻ. ഏതാണ്? ഗോട്ടിലെ തളപതി വിജയ് ആയിട്ട് എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? അതെ, പറയൂ. കൂടുതൽ അവന് മലയാളം എനിക്ക് അതുകൊണ്ടാവും ഉണ്ടായിരുന്നു. തമിഴില് പേസുങ്കോ, തമിഴ് പുരിയും. തമിഴ് എല്ലാരുമേ ഇങ്ങനെ തമിഴ് മലയാളീസ്, all the Malayalis can understand മലയാളം, I mean തമിഴ്. പറയുമ്പോ ഫ്ലോ ഉണ്ടാവില്ല, പക്ഷേ we all understand. Yes, of course. ആൾക്കും മലയാളം മനസ്സിലാവും അത്യാവശ്യം. So goat அது எப்படி வந்ததுன்னா, that's after finishing this movie and I was looking for opportunities, so that time I got a call from AGS Entertainment. So I have to thank Archana Kalpati ma'am and Agoram sir for that. And yeah, actually I'm a big fan of Vijay sir, so I have a great admiration towards him. So adilende chinna vayasla inde I like his dance, I like his acting. So ஒரு இன்ஸ்பிரேஷன், அவரை பார்த்து நம்ம அப்படி அவரை பார்த்து தான் நம்ம வளர்ந்துருக்கோம். ஸோ ஆல் தீஸ் இயர்ஸ். ஸோ அப்போலேருந்தே நம்மளுக்கு அவரை பார்க்கணும், அவர் கூட ஃபோட்டோ எடுக்கணும் அப்படின்றது வந்து ஒரு இட்ஸ் லைக் அ ட்ரீம். ஸோ அவர் கூடயே நடிக்கிறது, அவர் கூட டான்ஸ் ஆடுறதுன்றதுலாம் வந்து இட்ஸ் லைக் அ ட்ரீம் கம் மூமெண்ட். அண்ட் ஐ ஹவ் டான்ஸ்ட் വിത്ത്. അടിപൊളി. ഈ ഡാൻസ് ഒക്കെ കളിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് വിജയുടെ കൂടെ അല്ലേ. ഞാനിങ്ങനെ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കും, എവിടെയെങ്കിലും സൈഡിൽ ഒന്ന് എന്നെ നിർത്തുമെന്ന് പറയാം വിജയിന്റെ കൂടെ. അത് ഒരു ഞാൻ വിജയ് സാറിനെ വേലായുധം പ്രസ് മീറ്റിലേക്ക് വന്നപ്പോ എനിക്ക് ഒന്ന് മരിച്ചുപോയി ആള്. ദാസ് എന്ന് പറഞ്ഞൊരു സെക്യൂരിറ്റി ഉണ്ട്, കുറച്ച് നല്ല പുള്ളി ഭയങ്കര മരിച്ചുപോയി. എനിക്കപ്പോ മെമ്മറി അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുടെ പവർ. നമ്മള് ചില ലൈഫില് നമ്മൾ നിസ്സാരക്കാരനായിട്ട് കാണുന്ന ആൾക്കാരെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. അന്ന് എനിക്കത് തോന്നി. കാരണം ഇപ്പൊ ഇത് എറണാകുളത്തെ റാഡിസൺ ബ്ലൂ ഹോട്ടൽ, അന്ന് എനിക്ക് തോന്നുന്നു ഡ്രീംസ്. അപ്പൊ അന്ന് എന്നോട് ഞാൻ എപ്പോഴും പുള്ളിയെടുത്ത് പറയും, ഞാൻ വിജയ് ഭയങ്കര ആരാധകനാണ്, എല്ലാവരും അസോസിയേഷൻ. അപ്പൊ ഞാൻ ദാസേട്ടനോട് ഇങ്ങനെ പറയും, പുള്ളി എന്നോട് ഇങ്ങനെ പറയും വിജയിന്റെ പടം ഞാൻ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും. ഓരോ ദിവസം പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒന്ന് പെട്ടെന്ന് വരണം. ഞാൻ എന്താ ഒരാളെ നിനക്ക് കാണിച്ചു തരാം, നിനക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അങ്ങനെ ഞാൻ എന്താ കേട്ടോ പറയാന്ന് പറഞ്ഞപ്പോ ആരാന്നൊക്കെ പറഞ്ഞപ്പോ ഇല്ല നീ വാ വേഗം വാന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ചാടി ഓടി വന്നു. അപ്പൊ എനിക്ക് ആരാന്നൊന്നും അറിയില്ലായിരുന്നു. നേരെ വന്ന്
ഡ്രീംസ് ഹോട്ടലിലേക്ക് വാന്ന് പറഞ്ഞു. വന്ന് കയറി പുള്ളി നേരെ എന്നെ വാ കയറി റൂമിലേക്ക് പോയപ്പോൾ വിജയ് സാറ് ഇരിക്കുന്നു. അങ്ങനെ ദാസ് സാറെ എനിക്ക് മീറ്റ് ചെയ്ത് തന്നപ്പോൾ വിജയ് നമ്മൾ ആസ് യൂഷ്വലി എല്ലാം ഇതിലൊക്കെ കാണുന്ന പോലെ തന്നെ ഭയങ്കര കാമായിട്ട് നമ്മളെന്തോ പുള്ളി ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു ഒന്നുമില്ലാത്ത ഫെയിമൊന്നും ഇല്ലാത്ത ഒരാള് നമ്മളെന്തോ ഇല്ല ആളെ പോലെയാണ് ആള്. ഭയങ്കര ട്രീറ്റ്മെന്റ്. അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നല്ലൊരു ഒരു ഐ തിങ്ക് ഒരു 10-15 മിനിറ്റ്സ് സ്പെൻഡ് വിത്ത്. അടിപൊളി. എനിക്ക് ഭയങ്കര ഒരു മെമ്മറി എക്സ്പീരിയൻസ് ആണ്. ഒരു വലിയൊരു സ്റ്റാറിന്റെ വീട്ടിലാണ് ജീവിക്കുന്നതെങ്കിൽ കൂടി നമുക്ക് ആരാധനയുള്ള ആക്ടേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ നോക്കുവാണെങ്കിൽ മാധവ് ആരുടെ ഫാനാണ്? Oh, I want to ask this question. well, now you're gonna get the answer, bro. ഒട്ടും ക്ലീഷേ അല്ലാത്ത ക്വസ്റ്റ്യൻ എന്നൊക്കെ. ഇങ്ങനെ പറയാനാണെങ്കിൽ with and without bias, അച്ഛൻ എൻ്റെ ഫേവറേറ്റ് ആക്ടറാണ്. ഓ സൂപ്പർ. Always. I grew up around. എനിക്ക് ഏറ്റവും ക്ലോസ് ആയിട്ട് അറിയാവുന്ന ആക്ടർ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ്. ഈ ഉത്തരം ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അടുത്തൊരു 10 വർഷം നിങ്ങൾ എല്ലാവരും അറിയും. എൻ്റെ ചേട്ടൻ. He is one of my favorite actors, and you guys will know why I said this right now. പിന്നെ കുഞ്ഞിലോട്ട് കണ്ടുവന്ന സിനിമകൾ ഞാൻ ഫുൾ കോമഡി മൂവീസാണ് കണ്ടിട്ടുള്ളത്. എനിക്ക് ദിലീപ് അങ്കിളിനെ ഭയങ്കര ഇഷ്ടമാണ്. സുരാജ് ചേട്ടൻ, ജഗദീഷ് ശ്രീകുമാർ സാർ, കൊച്ചിൻ അനീഫ സാർ, ഇവരെയൊക്കെ ആ കാലഘട്ടത്തിലെ കോമഡിയാണ്. ഇവരൊക്കെ ലെജൻസ് ആണ്. അവരുടെ കോമഡി ആ കാലഘട്ടത്തിൽ കണ്ട് വളർന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് കോമഡി സിനിമകൾ ഇന്നും പ്രിയമായിട്ടുള്ളത്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. നമ്മുടെ ചാനൽ ഷാജി പാപ്പൻ മീഡിയ മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്നാണ് പേര്. ഞങ്ങളുടെ ചാനലുമായിട്ട് സുരേഷ് ഏട്ടൻ ഭയങ്കരമായിട്ട് നല്ലൊരു കണക്ഷൻ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഞങ്ങളൊരു ഫാൻസ് മീറ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്റെ വിഷ്വൽ ഒന്ന് കാണിച്ചു തരട്ടെ. ഞങ്ങളുടെ ഏറ്റവും പ്രൗഡസ്റ്റ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു സുരേഷ് ഏട്ടന്റെ ഇവന്റ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഷാജി പാപ്പൻ, ഞങ്ങൾക്കൊരു ഷാജി പാപ്പനുണ്ട്, ഞങ്ങളുടെ ഓണർ ഷാൽബിന്റെ കല്യാണത്തിനൊക്കെ സുരേഷ് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒപ്പം കുറേ നേരം സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കല്യാണം നടത്തിച്ചിട്ട് പോയതുപോലെ തന്നെ ശരിക്കും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ആ വീഡിയോസ് ജസ്റ്റ് കണ്ടു. അതെ, മനസ്സ് കീഴടക്കാൻ പഠിക്കണല്ലേ. സ്നേഹമാണ്, ശുദ്ധ മനുഷ്യനാണ് എന്റെ. സുരേഷ് അങ്ങനെ എന്തെങ്കിലും ഡയറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഡയറ്റ് ഒട്ടും ഇല്ലാത്ത ഏക ജീവി ഞാനായി ലോകത്ത്. അല്ല, എന്നാലും മമ്മൂക്ക പറയുന്ന കേട്ടിട്ടുണ്ട് സുരേഷ് ഏട്ടാ, ഒരു നടനെ സംബന്ധിച്ച് ശരീരമാണ് അവന്റെ ആയുധം എന്ന്. അപ്പൊ സുരേഷ് ഏട്ടൻ ഈ ബോഡി എന്തെങ്കിലും ഫിറ്റ്നസ് ഫ്രീക്ക് പോലെ? ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യന്റെ പേര് ഇവിടെ ഉച്ചരിക്കരുത്, പോളണ്ടിന്റെ പേര് ഇവിടെ ഉച്ചരിക്കരുത്. അതൊരു അപൂർവ ജന്മമാണ്. അങ്ങനൊന്നും ലോകത്താർക്കും പറ്റില്ല. വലിയ നടനാണ് മോഹൻലാൽ, മോഹൻലാലിനും പറ്റില്ല. ഞങ്ങള് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ബെസ്റ്റ് ഇവന്റ് എവർ. നേരത്തെ മമ്മൂട്ടി സാറിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കും മാൻസ് എ ഡിഫറെന്റ് ബ്രീഡ്. ഈ പ്രായത്തിലും ഈ രൂപം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് അത്രയും ലൈഫ് സ്റ്റൈലിൽ സാക്രിഫൈസ് ചെയ്തിട്ട് മാത്രമാണ്. ഈ ഒരു തൊഴിലിലോട്ട് കയറുമ്പോ ഞാൻ ആ കാര്യം അച്ഛൻ പറഞ്ഞതിലോട്ട് ഞാൻ എതിർക്കുന്നു. മമ്മൂട്ടി സാറിന്റെ ലൈഫ് സ്റ്റൈല് പോലെ മെയിൻറ്റെയിൻ ചെയ്താലേ ആ ഒരു പ്രായത്തിലും ഇതേപോലെ ലീഡ് മൂവീസ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് ബോക്സ് ഓഫീസിൽ പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെല്ലാ രീതിയിലും ആ ഒരു ഇൻസ്പിറേഷൻ ആണ്. സുരേഷ് ഏട്ടനൊക്കെ ഉറക്കമില്ലാതെ ഓട്ടാ. ഒരു ഭാഗത്ത് പൊളിറ്റിക്കൽ, സിനിമ, അപ്പോൾ ആള് രണ്ടും നല്ലോണം ബാലൻസ് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ ചില സമയത്തൊക്കെ ഇപ്പോൾ ലാസ്റ്റ് റീസെന്റ് ശരത് സാറിന്റെ മകള് വരലക്ഷ്മിയുടെ മാരേജിനൊക്കെ നമ്മൾ ഒരുമിച്ചാ പോയത്. അപ്പോൾ ഞാൻ സുരേഷ് ഏട്ടനൊക്കെ കണ്ണൊക്കെ ഇങ്ങനെ ഉറങ്ങാതെ അവിടുന്ന് ഓടി ഇവിടെ വന്ന് അവിടുന്ന് ഓടി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആള്. അതേപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്, മഞ്ജു നമ്മുടെ ഈ മൂവിയുടെ PRO ആണ്. അപ്പം മഞ്ജു പറയുന്നത് വെച്ചാൽ സുരേഷ് ഏട്ടന്റെ സിനിമകളുടെ ഒക്കെ എല്ലാം സ്ഥിരമായിട്ട് ഇപ്പൊ മഞ്ജു ആണ് പബ്ലിസിറ്റി ഒക്കെ ചെയ്യുന്നത്. സുരേഷ് ഏട്ടനോടൊപ്പം അദ്ദേഹത്തിന്റെ മകനോടൊപ്പവും അദ്ദേഹത്തിന്റെ മൂവിയുടെ ഇങ്ങോട്ട് വന്നേ ആ അതെ. അപ്പൊ എന്തായാലും സുരേഷ് ഏട്ടനോടൊപ്പവും ജനറേഷൻ അല്ലേ, ഒരു അടുത്ത നെക്സ്റ്റ് ജനറേഷനിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഗോകുലിന്റെ കൂടെ ചെയ്തിട്ടുണ്ടോ? ഗോകുലിന്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ട്രൈഫെക്റ്റ ആയല്ലോ. പാപ്പനില് ഗോകുൽ ഉണ്ടല്ലോ, ചേട്ടനും ഗോകുലും. ചേച്ചി മറ്റേ സീന കട്ട സപ്പോർട്ട്. അതെ, ഫാമിലി PRO ആണ്.
പ്രത്യേകിച്ച് സുരേഷ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്ങനാണ്. അതെ ഫാമിലി പി ആർ അല്ല, ഫാമിലിയാണ്. ഫാമിലി പ്രൊഫഷണൽ സ്പേസിൽ മാത്രം അത് പറഞ്ഞത്, മറ്റേ അല്ല ഇവിടെ ആയാലും ചേച്ചി നമ്മുടെ അതായത് ബ്രദർഹുഡ് പോലെ സ്വന്തം, അതായത് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെയാ ചേച്ചി. ഭയങ്കര കെയർ എടുത്ത് ചെയ്യുന്നു. അതെ. അപ്പൊ എന്തായാലും എല്ലാവരുടെ എഫേർട്ടിന് അടിപൊളി റിസൾട്ട് ഉണ്ടാവട്ടെ. സിനിമ ഒരു വലിയ സക്സസ് ആയി വരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഗൈസ്. Thank you. Thank you.